ഫസ്റ്റ് ക്രൈ ഇൻ്റലിറ്റോട്ട് എന്ന് പറഞ്ഞൊരു പ്ലേ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്നൊരു സ്റ്റോറി ടെല്ലിംഗ് വർക്ക്ഷോപ്പ് അവിടെ ഉണ്ടെന്നുള്ള ആഡ് കണ്ടതിന് പ്രകാരം പോവുകയാണ്. വിളിച്ചപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നേരിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. 100 rupees ആയിരുന്നു രജിസ്ട്രേഷൻ ഫീ. സീംസ് ടു ബി അഫോർഡബിൾ. ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ മനോഹരമായ ഡെക്കറേഷൻസ് എല്ലായിടത്തും ഉണ്ട്. ഇതൊരു ചെറിയ ലൈബ്രറിയാണ് കേട്ടോ. അതിൻ്റെ വിശേഷം ഒന്നുകൂടി പറയാം. എല്ലായിടും സേഫായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു പ്ലേ സ്കൂളാണെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചൈൽഡ് സേഫായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പോയതിനകത്ത് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടു കാണും. പിന്നെ കുട്ടികളുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പല പ്ലേ മെറ്റീരിയൽസും ഞാനവിടെ കണ്ടു. എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ കൂടുതലും ഫസ്റ്റ് ക്രൈയിൽ നിന്നായിരുന്നു പ്ലേ മെറ്റീരിയൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. അതിനകത്ത് ഒരുപാട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പറ്റിയ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ട്. അപ്പോൾ അത് തന്നെ അതിൻ്റെ വലിയ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, സ്റ്റെപ്പിൻ്റെ അടിയിൽ സേഫായിട്ട് തല ഇടിക്കാതിരിക്കാൻ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, സ്പഞ്ച്. ഇത് സേഫ്റ്റി ഡോർസ് എല്ലാ സ്റ്റെയർസിലും ഉണ്ട്. ഇതൊരു ബോൾ പൂളാണ്, മനോഹരമായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ. ഇവിടെയാണ് ഈ ലൈബ്രറി, ഞാൻ നേരത്തെ പറഞ്ഞ ലൈബ്രറി. ഏജ് അപ്രോപ്രിയേറ്റ് ബുക്സ് അത് ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇൻസൈഡ്. ഒരു ചെറിയ കുക്കറി ഷോപ്പൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇത് പുറത്തുള്ള പ്ലേ ഗ്രൗണ്ടാണ്. അല്ല, ഇത് ബാക്ക് സൈഡിലുള്ള പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അവിടെ ട്രാമ്പലിനുണ്ട്, ചെറിയൊരു സ്റ്റെപ്പുണ്ട്, സ്ലൈഡുണ്ട്. ഇത് സൈഡിലുള്ളൊരു ഏരിയ ആണ്, കുറച്ച് ഒതുങ്ങിയിട്ടാണ്. ഇവിടെ പോർച്ചൊക്കെ ഇവിടെയാണ്. ഇത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. കയറി വരുമ്പോഴേ ഉള്ള രജിസ്ട്രേഷൻ കൗണ്ടർ. മോൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് തന്നതാണ്. ഇതാണ് കേട്ടോ സ്റ്റെയറൊക്കെ ഒട്ടും സ്ലിപ്പറി അല്ലാതെ ആൻറ്റി സ്ലിപ്പറി മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ സൈഡിലെ റെയിൽസൊക്കെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഡോർസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഇത് മേളിലത്തെ നിലയിലുള്ള ക്ലാസ് റൂംസിൻ്റെ സെക്ഷനാണ്. ഇവിടെയും ഉണ്ട് ടോയ്സ്, പല ടൈപ്പ്. എല്ലാം ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഇവിടെ ഒരു CCTV ഉണ്ട് കേട്ടോ. ഇതൊരു ക്ലാസ് റൂമാണ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ടോയ്സ് തന്നെയാണ്. ഇതൊരു ക്ലാസ് റൂമാണ് കേട്ടോ. എന്ത് രസമാണ്. കുഞ്ഞു കുഞ്ഞു കസേരകളും കുട്ടി കുട്ടി മേശകളും, പിന്നെ സൈഡിലൊക്കെ ഷെൽസ് ഉണ്ട്, ബുള്ളറ്റിൻ ബോർഡ്സ് ഉണ്ട്. ക്ലാസ് റൂമെല്ലാം നന്നായിട്ട് തന്നെ ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്, നീറ്റ്, സേഫ്, ഓർഗനൈസ്ഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് സ്റ്റോറി ടെല്ലിംഗ് നടക്കുന്ന ഏരിയ. ഇതും ഒരു ക്ലാസ് റൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിലത്ത് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും ബുള്ളറ്റിൻ ബോർഡ്സ് ഉണ്ട്, AC ഫാനൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞ് ബഞ്ചസൊക്കെ ബാക്കിലോട്ട് നീക്കിയിട്ടേക്കുവാണ്. ഇവിടെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ട, ഇമാജിനേഷന് വേണ്ട ആനിമൽസിനെയൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി.